നമ്മൾ താമസിച്ചു പോയി ഗൈസ്. അമ്മമാരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. എന്താ പറയുന്നത്? പരിപാടിയും കഴിഞ്ഞ് ആട്ടുകാർ വീട്ടിൽ പോയിട്ടാ നിങ്ങൾ വരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഡിസൽഡോർഫാണ്. എവിടെ പോവാ? ജപ്പാൻ ടാഗ്. ഓക്കെ, നമ്മൾ ജപ്പാൻ ടാഗ് കാണാൻ പോവുകയാണ്. അതായത് ഡിസൽഡോർഫിലെ ഏറ്റവും കൂടുതൽ ജപ്പാനീസ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവരുടെയും ജർമ്മനിയുടെയും സൗഹൃദത്തിൻ്റെ പേരായിട്ട് 25-ാം തീയതി അവർ നടത്തുന്നൊരു പരിപാടിയാണ് ഈ ജപ്പാൻ ടാഗ്. 25 അല്ല 24. അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. നമ്മൾ താമസിച്ചു പോയി ഗൈസ്. അമ്മമാരെല്ലാം പൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പം രാത്രി പടക്കം പൊട്ടിക്കുന്നതാണ്. അത് കണ്ടിട്ട് വീട്ടിൽ പോവാം. പിന്നെ ഒടുക്കത്തെ മഴയായി പോയി. പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കയറി ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ മൊത്തത്തിൽ താമസിച്ചു. ഇവിടെയായിരുന്നു ജപ്പാൻ ടാഗ് നടക്കേണ്ടിരുന്നത്. നമ്മൾ ലേറ്റ് ആയി പോയിട്ട് ഇന്നിനി ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് രാത്രിയിലെ ഫയർ വർക്ക്സ് കാണാൻ വേണമെങ്കിൽ. അത് പക്ഷെ നല്ല രസമായിരിക്കും. ഒരു മണിക്കൂർ 1/4 മണിക്കൂറുള്ള ഫയർ വർക്ക്സാണ്. Are you ready to have fun? Yeah, Potan, are you ready? Next song is ഗൈസ്, അങ്ങനെ പരിപാടി കഴിഞ്ഞു. ആ കൊച്ചി അവിടെ എന്തൊക്കെയോ പാടി. ഒന്നും മനസ്സിലായില്ല. പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തൊക്കെയോ പാടിയെന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ ഒരു 1.5 മണിക്കൂർ ഇല്ലയോ? 1.5 മണിക്കൂർ ആ കൊച്ച് നിന്ന് പാടിയിട്ടുണ്ട്. എന്തൊക്കെയോ പാടി. എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു വക മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഫയർ വർക്ക്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാണുവാണെങ്കിൽ കാണിക്കാം. ഗൈസ്, അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഗൈസ്, എന്താണ് പറയുന്നത്? അവരുടെ ഭാഷയിൽ എന്തെങ്കിലും ആയിരിക്കും. എന്തോ കാര്യമായി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വേണമെന്നായിരുന്നു ഒന്ന് പറഞ്ഞത്. ഗൈസ്, ഇതാണ് ആ പെങ്കൊച്ച്, ഇന്ന് പാടിയ പെങ്കൊച്ച്. അവർ വിളിച്ചിട്ട് ഏതോ പാട്ട് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ വീണ്ടും തിരിച്ചു തന്നെയാണ്. അവള് മര്യാദക്ക് പോയതാ. വീണ്ടും വിളിച്ചു വരുത്തി. പാവടാ, എന്നിട്ട് വീണ്ടും പാടാൻ പോകുന്നു. കഷ്ടം. അവള് തൊണ്ട വേദനിച്ചിട്ട് പോയതാ കയറി. വെള്ളം പിടിക്കാൻ പോലും ഗ്യാപ്പ് കൊടുത്തില്ല. അങ്ങനെ പരിപാടി കഴിഞ്ഞു. ആ പെണ്ണ് രണ്ടാമതൊന്ന് പാടിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ
ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫയർ വർക്ക്സ് ആണ്. ഇവിടെ എന്ത് ഉണ്ട് ഗൈസ്, അപ്പോൾ അത് പോയി കാണാം. ഇത് ഓരോരോ രൂപങ്ങളാണ് ഗൈസ്. ജപ്പാൻ ടാഗിന് വരുക. പരിപാടിയും കഴിഞ്ഞ് ആട്ടുകാർ വീട്ടിൽ പോയിട്ടാ നിങ്ങൾ വരുന്നത്. അപ്പോൾ ശരി ഗൈസ്, പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. രാത്രി ആയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.